തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലായിട്ടുള്ള ഈ തെമ്മാടി കാണിച്ച പ്രവർത്തനത്തിന് പോലീസ് ആകേണ്ടതുണ്ട്. പ്രതിഷേധത്തിന്റെ പേരിൽ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ചെന്ന് തോന്നിവാസം. ഉദ്ദേശം വേറെയാണ്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ അവർ പ്രതിഷേധിക്കുകയാണ്. അത് ഈ നാട്ടിൽ ആരും തടയുന്നില്ല. ഒരു വിവാദമുണ്ടായാൽ അതിന്റെ പേരിൽ പ്രതിഷേധമാകാം. പക്ഷേ ആ സമരം തടയാൻ നിന്ന പോലീസുകാരന്റെ മുഖത്തിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ദൃശ്യം കണ്ടേ. ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്. പരിപാടി കാണിക്കരുത്. പരിപാടി കാണിക്കരുത്. അപ്പോ പ്രതിഷേധിക്കാനല്ല വന്നത്. അവിടെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ക്രിമിനലുകളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. സുഡാപ്പിയായിട്ടുള്ള നേമം ഷജീർ എന്ന യൂത്തനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ക്രിമിനലുകളെ നേരെ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് പറഞ്ഞു വിട്ട് അക്രമം അഴിച്ചുവിടുക. ആ അക്രമം അഴിച്ചുവിടുന്നതിനാണ് ഒരു പോലീസുകാരനെ പിടിച്ചു വലിക്കുന്നത്. നോക്കൂ, അയാളെ മുഖത്തേക്ക് ഇടിക്കുകയാണ്. അതിന് അയാൾ എന്ത് ചെയ്തു? ഇവരെ ആരെങ്കിലും തല്ലിയോ? KSRTC ബസ്സുകൾക്ക് സംരക്ഷണം കൊടുക്കുക, അതിനകത്ത് വന്നിട്ട് സമരത്തിന്റെ പേരിൽ ആഭാസതരങ്ങൾ കാണിക്കുക എന്ന ലക്ഷ്യം. ഈ അടുത്ത കാലത്ത് യദുവിന്റെ വിഷയം വന്നപ്പോൾ ആ ബസ്സിനകത്തിരുന്ന യാത്രക്കാരുടെ യാത്രാ ബുദ്ധിമുട്ടിനെ കുറിച്ച് വലിയ ക്ലാസ് എടുത്തവന്മാരാണ്. ഇപ്പൊ നോക്കിയേ, ഇവരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കേണ്ടതുണ്ടോ? അത് തടയാൻ ശ്രമിച്ച പോലീസുകാരനെയാണ് തല്ലിയത്. തല്ലിയതിനു ശേഷം പോലീസുകാരൻ ആ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചു. അയാളും കാക്കിയിട്ട ഒരു മനുഷ്യനാണ്. അയാളുടെ ജോലി മാത്രമാണ് ചെയ്തത്. ആ ജോലി ചെയ്ത മനുഷ്യനെ പിടിച്ചു നിർത്തി മുഖത്തിടിച്ചതിന് ശേഷം പിന്നീട് സമരാഭാസമാണ്. ഉദ്ദേശം മറ്റൊന്നാണ്. KSRTC ബസ്സുകളിൽ ഇപ്പോൾ സർക്കാരിന്റെ പല പരസ്യങ്ങൾ പോകുന്നു. ഇതിന്റെ പേര് പറഞ്ഞ് അവർക്ക് കുറെ മറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനാണ് നേരെ തമ്പാനൂരിലേക്ക് സതീശൻ പറഞ്ഞുവിട്ടത്. ആ പറഞ്ഞുവിട്ടപ്പോൾ പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് പോലീസ് ബസ്സുകൾക്ക് സംരക്ഷണം കൊടുത്തു.